അപ്പൊ നമ്മൾ ഇന്ന് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ 7-ലെ സിലബസിലുള്ള ഒരു ഏരിയയുടെ അറീനിയസ് ഇക്വേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതുമായിട്ട് അത് തന്നെയാണ് ഈ അറീനിയസ് ഇക്വേഷൻ. അതിൽ വരുന്നതാണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ക്ലാസ് 12 കെമിസ്ട്രി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോനകത്ത് ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു. വീഡിയോ വളരെയധികം ലെങ്തി ആയി പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അറീനിയസ് ഇക്വേഷനും കൊളിഷൻ തിയറിയും ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും, അതായത് റേറ്റ് ഓഫ് റിയാക്ഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്, അതിനകത്ത് വരുന്നതാണ്. അത് ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറീനിയസ് ഇക്വേഷൻ, കൊളിഷൻ തിയറി, അതുപോലെ തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചാനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ മൊഡ്യൂൾ 7 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ വൺസ് അഗൈൻ വി ആർ മൂവിങ് ടു ദി ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാസപ്രവർത്തനത്തിന്റെ നിരക്കിന് താപനിലയിന്മേലുള്ള ആശ്രയത്വം അറീനിയസ് സമവാക്യം ഉപയോഗിച്ച് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാസപ്രവർത്തനത്തിന്റെ നിരക്ക് നമ്മൾ ഓൾറെഡി റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്, റേറ്റിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ രാസപ്രവർത്തനത്തിന്റെ നിരക്കിന് താപനിലയിൽ, അപ്പോൾ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആശ്രയത്വം അറീനിയസ് സമവാക്യം ഉപയോഗിച്ച് വിശദീകരിക്കാം. ഇതാണ് നമ്മുടെ സമവാക്യം. K = AE⁻⁴ നമ്മളിവിടെ സ്മോൾ ലെറ്റർ K ആണ് റേറ്റ് കോൺസ്റ്റന്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ K = AE⁻⁴. ഇവിടെ A എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അത് അറീനിയസ് ഫാക്ടർ ആണ്. A എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ അറീനിയസ് ഘടകം. അത് ആവൃത്തി ഘടകം എന്നും അറിയപ്പെടുന്നു. ഇനി EA എന്താണ്? ആക്ടിവേഷൻ എനർജി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഉത്തേജന ഊർജം, അതിന്റെ യൂണിറ്റ് നമ്മുടെ ഊർജം തന്നെയാണ്, ജൂൾ പെർ മോൾ. അടുത്തത് നമ്മുടെ R. ഇവിടുത്തെ R എന്താണെന്നുള്ളത്, R എന്ന് പറയുന്നത് വാതക സ്ഥിരാങ്കം. അപ്പൊ K = AE⁻⁴. അതിനകത്ത് K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, അതായത് റേറ്റ് സ്ഥിരാങ്കം. A എന്ന് പറയുന്നത് ആവൃത്തി ഘടകം അല്ലെങ്കിൽ അറീനിയസ് ഘടകം. EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ഉത്തേജന ഊർജം. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ ശരിക്കും ഈ K = AE⁻⁴ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ Kയും Tയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തന നിരക്കിന്റെ താപനിലയിന്മേലുള്ള ആശ്രയത്വമാണ് ഈ അറീനിയസ് സമവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു റിയാക്ഷൻ പറയുമ്പോൾ തന്നെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഉത്തേജിത സങ്കുലമായ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് മധ്യവർത്തി ഉണ്ടാകുന്നതിനാവശ്യമായ ഊർജത്തെ നമ്മൾ ഉത്തേജനോർജം അല്ലെങ്കിൽ EA എന്ന് പറയുന്നു. നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഉത്തേജിത സങ്കുലമായ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് മധ്യവർത്തി ഉണ്ടാകുന്നതിനാവശ്യമായ, അപ്പൊ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മധ്യത്തിലാണ് എത്തുന്നത്, ഉണ്ടാകുന്നതിനാവശ്യമായ ഊർജത്തെ ഉത്തേജനോർജം അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നു. നമുക്ക് ഈ അറീനിയസ് ഇക്വേഷനിൽ K = AE⁻⁴ അല്ലേ, അത് 2 ഡിഫറെന്റ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, K1ഉം K2ഉം. അതുപോലെ തന്നെ 2 ടെമ്പറേച്ചറിലാണെങ്കിൽ T1ഉം T2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ തന്നെ വേറൊരു രീതിയിൽ എഴുതാം. log K2/K1 = EA/2.303 R × T2 - T1 / T1 T2. ഇതും അതിന്റെ ഈ ഒരു അറീനിയസ് റേറ്റ് ഇക്വേഷന്റെ മറ്റൊരു സമവാക്യമാണ്. log K2/K1 = EA/2.303 R T2 - T1. ഇത് എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ വാൻ ഹോഫ് ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലേ. ആ വാൻ ഹോഫ് ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? വാൻ ഹോഫ് ഇക്വേഷനിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. log K2/K1 = ΔH0 divided by -ΔH0 divided by 2.303 R into T2 - T1 divided by T1 T2 എന്നുള്ളതായിരുന്നു നമ്മുടെ വാൻ ഓഫ് ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷൻസ് വരുന്ന ഏരിയാസ് എല്ലാം ഉണ്ടല്ലോ, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ഗ്രാഫ് നോക്കാം. നമുക്ക് ഉത്തേജനോർജം എന്താണെന്നും ഉത്തേജിത കോംപ്ലക്സ് എന്താണെന്നും അറിയണമല്ലോ. അപ്പോൾ ഇതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സ്ഥിതികോർജവും രാസപ്രവർത്തന പുരോഗതിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ
ചുവടെയുള്ള ചിത്രം ലഭിക്കുന്നു. അപ്പം നമ്മൾ വൈ ആക്സിസിൽ സ്ഥിതികോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ സ്ഥിതികോർജവും ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും, അതുപോലെ തന്നെ ഇവിടെ രാസപ്രവർത്തന പുരോഗതി, അതായത് പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും എടുക്കുകയാണെങ്കിൽ അതായത് നമ്മളൊരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ റിയാക്ടന്റ് എന്തായിട്ട് മാറുവാണ്? പ്രോഡക്റ്റ് ആയിട്ട് മാറും. റിയാക്ടന്റ് ചേഞ്ചസ് ടു പ്രോഡക്റ്റ്. അപ്പൊ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ആ ഒരു റിയാക്ഷൻ അല്ലെ, ആ ഒരു രാസപ്രവർത്തന പുരോഗതിയും സ്ഥിതികോർജം, അതായത് പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം ലഭിക്കും. അവിടെ നമുക്ക് ഇവിടെ ഈ എ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H2 plus I2 gives 2HI എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തേക്കുന്നത്. H2 plus I2 gives 2HI എന്ന് പറയുന്ന റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്കിപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് റിയാക്ടൻസ് ആയിരിക്കും, ഇതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു രാസപ്രവർത്തന പുരോഗതി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ റിയാക്ടന്റ് എന്ന് പറയുന്നത് തുടക്കത്തിലുള്ളത്, അതായത് നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എന്താണുള്ളത് അതിനെയാണ് നമ്മൾ റിയാക്ടന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് മലയാളം ടേം പറയും, അഭികാരകങ്ങൾ. ഈ അഭികാരകങ്ങൾ എന്താ സംഭവിക്കുന്നത്? സമയം കൂടുന്നതനുസരിച്ച്, ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അഭികാരകങ്ങൾ എന്താവും? ഒരു ഉത്തേജനോർജം, അതായത് ഒരു മിനിമം ഒരു പെർട്ടിക്കുലർ എനർജി വേണം. ആ എനർജി അവർ കൊളൈഡ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു എനർജി ഏറ്റവും കൂടിയ ഒരു പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടിയ ഒരു സ്റ്റേജിലെത്തും. ആ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടിയ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ എനർജി ക്രോസ് ചെയ്താൽ മാത്രമേ അതിന് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ എനർജീനെയാണ് നമ്മൾ ഈ ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ഉത്തേജന ഊർജം എന്ന് പറയുന്നത്. അതായത് ആ രണ്ട് റിയാക്ടന്റ്, ഇപ്പൊ ഇവിടെ H2 എന്ന് പറയുന്ന റിയാക്ടന്റും I2 എന്ന് പറയുന്ന റിയാക്ടന്റും കൂടെ കമ്പൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജീനെയാണ് നമ്മൾ ഉത്തേജനോർജം എന്ന് പറയുന്നത്. അത് കുറച്ച് സ്ഥിതികോർജം, ആ സമയത്തുള്ള ഉത്തേജനോർജം എന്ന് പറയുന്നത് ഇച്ചിരി കുറച്ച് കൂടുതലാണ്. സോ ആ ഒരു ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ അവർ തമ്മിൽ കൊളൈഡ് ചെയ്ത് ഒരു ഉത്തേജിത കോംപ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. ആ ഉത്തേജിത കോംപ്ലക്സിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദിസ് ലെറ്റർ C. ആ ഉത്തേജിത കോംപ്ലക്സ് ഉണ്ടായതിനു ശേഷം അവിടുന്ന് കുറേശ്ശായിട്ട് എനർജി റിലീസ് ചെയ്ത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് 2HI ഫോം ചെയ്യുകയാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ റിയാക്ടന്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന എനർജിയും ഈ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള എനർജിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ആ ഡിഫറൻസ് ആണ് ΔH എന്ന് പറയുന്നത്. ഈ ΔH പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഈ ΔH നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ആ എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും ഒക്കെ എങ്ങനെ വരുന്നതാണ്? ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതാണ് ΔH എന്ന് പറയുന്നത്. ഈ ΔH പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഗ്രാഫ് ഇവിടെ 0-ൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 3 തുല്യമായിട്ട് വരിക. അപ്പൊ 5 - 3 എന്ന് പറയുമ്പോൾ ഇവിടെ ΔHന്റെ വാല്യൂ കുറയുവാണ് ചെയ്തത്, 5-ൽ നിന്ന് 3-ലേക്ക് എത്തുവാണ് ചെയ്തത്. അതായത് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് വരുമ്പോഴേക്കും, അതായത് കുറയുക, നെഗറ്റീവ് അല്ലെങ്കിൽ കുറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറയുകയായിരിക്കും. അതുകൊണ്ട് ഇത് എക്സോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ ആയിരിക്കും. സോ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അവിടെ ΔH കുറയുകയാണ് ചെയ്തത്. ഇനി ΔH കൂടുതലാണെങ്കിലോ, ΔHന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്കത് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഉത്തേജിത കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഉത്തേജിത കോംപ്ലക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാക്സിമം സ്ഥിതികോർജത്തിൽ എത്തുന്ന, അതായത് ഒരു രാസപ്രവർത്തന പുരോഗതി മാക്സിമം സ്ഥിതികോർജത്തിൽ എത്തുന്ന ഒരു ഊർജം വേണം. ആ ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രണ്ട് റിയാക്ടന്റ് അഭികാരങ്ങൾ തമ്മിലുള്ള ആ ഒരു കൊളിഷൻ ആൻഡ് ബോണ്ട് ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ബോണ്ട് ഫോർമേഷൻ നടക്കത്തുള്ളൂ. ഇവിടെ ഇപ്പൊ ശരിക്കും H2 I2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, കണ്ടോ? 2 ഹൈഡ്രജൻ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഐയുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ I എന്ന് പറയുമ്പോൾ I ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബോണ്ട് ഫോം ചെയ്യാൻ. എങ്ങനെ? H-ഉം I-യും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യാൻ. H-ഉം I-യും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോർമേഷനും നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ത്രിഷോൾഡ് എനർജിനെയാണ് നമ്മൾ ഉത്തേജന ഊർജം എന്ന് പറയുന്നത്. ആ ഒരു എനർജി, ആ ആക്ടിവേഷൻ എനർജിയുടെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമ്മൾ അതിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഉത്തേജിത കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ?
നമുക്ക് അടുത്ത വേറൊരു ഗ്രാഫ് നോക്കാം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ ഗതികോർജത്തിന്റെ വിതരണം നൽകുന്നതാണ് ചുവടെയുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച സ്ഥിതികോർജമായിരുന്നു. ഇവിടെ നമ്മളിപ്പോ കൈനറ്റിക് എനർജിനെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ ഗതികോർജം ഇവിടെ നോക്കിക്കേ. ഗതികോർജം തന്നിരിക്കുന്നത് എക്സ് ആക്സിസിലും തന്മാത്രകളുടെ ഭിന്നം, അതായത് തന്മാത്രകൾ എന്തുമാത്രം ഹൈ സ്പീഡിൽ ഭിന്നിക്കപ്പെടുന്നു എന്നുള്ളത് എക്സ് ആക്സിസിലും വരുവാണെങ്കിൽ, വൈ ആക്സിസിലും വരുവാണെങ്കിൽ ഇവര് കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി വരുന്നത്, സോറി, ഒരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജിയിൽ അവർ മാക്സിമം ഭിന്നത, തന്മാത്രകൾ മാക്സിമം ഭിന്നിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതാണ് പരമാവധി സാധ്യമായ ഗതികോർജം. അപ്പൊ ഈ ഒരു കൈനറ്റിക് എനർജിയിൽ, ആ ഒരു കൈനറ്റിക് എനർജി എത്തുമ്പോഴേക്കും, ഇവിടെ 0 to ഈ ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി എത്തുമ്പോഴേക്കും അത്രയും മാത്രം മോളിക്യൂൾസ് അവിടെ സെപ്പറേറ്റ് ചെയ്യുവാണ്. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് അവിടെ. പൊട്ടൻഷ്യൽ എനർജി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അപ്പൊ അത്രയും സ്പീഡിൽ നമ്മുടെ മോളിക്യൂൾസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റി, അത് കൈനറ്റിക് എനർജി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകുന്നത് കൊളിഷൻ തിയറിയിലേക്കാണ്. അപ്പൊ കൊളിഷൻ തിയറി അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളുടെ കൂട്ടിമുട്ടൽ സിദ്ധാന്തം, അതായത് കൊളിഷൻ തിയറിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1916-18 കാലഘട്ടത്തില് മാക്സ് സ്ട്രോട്സ് ആൻഡ് വില്യം ലൂയിസും ചേർന്നിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സിദ്ധാന്തമാണ് കൂട്ടിമുട്ടൽ സിദ്ധാന്തം അല്ലെങ്കിൽ കൊളിഷൻ തിയറി എന്ന് പറയുന്നത്. മാക്സ് സ്ട്രോട്സും വില്യം ലൂയിസും മാക്സ് സ്ട്രോട്സുമാണ് കൊളിഷൻ തിയറിയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. ഇനി രാസപ്രവർത്തനങ്ങളുടെ ഊർജ ക്രിയാവിധിപരമായ വിവിധ വശങ്ങളെ കുറിച്ചാണ് കൂട്ടിമുട്ടൽ സിദ്ധാന്തം വിരൽ ചൂണ്ടുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷന്റെ എനർജിയും അതിന്റെ ആ ഒരു കൊളിഷൻ, അതായത് കൂട്ടിമുട്ടലുകൾ സംഭവിക്കുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് ഹാപ്പനിങ്, അതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന കൊളിഷൻ തിയറി വിരൽ ചൂണ്ടുന്നത്. ഇനി വാതകങ്ങളുടെ ഗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാക്കിയാണ് ഈ സിദ്ധാന്തം. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. മോളിക്കുലർ മൊഡ്യൂൾ 7 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ വാതകങ്ങളുടെ ഗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാക്കിയ ഒരു ആണ് ഈ കൊളിഷൻ തിയറി നടക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസും കൊളിഷൻ തിയറിയും കോറിലേറ്റഡ് ആണ്. ഈ സിദ്ധാന്ത പ്രകാരം അഭികാര തന്മാത്രകളെ ദൃഢമായ ഗോളങ്ങളായി സങ്കല്പിക്കാം. അതായത് നമുക്കിപ്പോ എ ആൻഡ് ബി റിയാക്ട് ടു ഗീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഗോളവും ബി എന്ന് പറയുന്നത് വേറൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ഗോളവുമായിരിക്കും. റിജിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇത് ഞാൻ അങ്ങോട്ട് സർക്കിൾ ചെയ്യാൻ പോവാണ്. എ എന്ന് പറയുന്ന ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഗോളമാണ്. ഈ ഗോളവും അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ഗോളവും തമ്മിലുള്ള കൊളിഷന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മുടെ കൊളിഷൻ തിയറി പറയുന്നത്. കണ്ടോ, അഭികാരങ്ങൾ, ഇതിന് അഭികാരങ്ങളാണ്. അഭികാര തന്മാത്രകളെ ദൃഢമായ ഗോളങ്ങളായി സങ്കല്പിക്കുക, അവ തമ്മിലുള്ള സംഘട്ടന ഫലമായിട്ടാണ്, വിച്ച് മീൻസ് കൊളിഷൻ വഴിയാണ് രാസപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് എന്നാണ് കൊളിഷൻ തിയറി, വിച്ച് വാസ് ഇൻവെന്റഡ് ബൈ വില്യം ലൂയിസ് ആൻഡ് മാക്സ് സ്ട്രോട്സ് പറയുന്നത് 1916-18 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഈ പറയുന്ന റിജിഡ് ബോഡീസ് കൊളൈഡ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കും? അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, രാസപ്രവർത്തനം നടക്കുമെന്നാണ് പറയുന്നത്. രാസപ്രവർത്തന മിശ്രിതത്തിന്റെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണത്തെ സംഘട്ടന ആവൃത്തി അല്ലെങ്കിൽ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നു. കൊളിഷൻ ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സെറ്റ് നമുക്ക് ഇവിടെ ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ രാസപ്രവർത്തന മിശ്രിതത്തിൽ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ട് അഭികാരങ്ങളുടെ മിശ്രിതം എടുത്തു. അവിടെ ഒരു യൂണിറ്റ് വ്യാപ്തം, അതായത് 1 യൂണിറ്റ് വോളിയത്തിൽ, അതുപോലെ തന്നെ 1 സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ, അപ്പൊ 1 യൂണിറ്റ് വോളിയം, അതുപോലെ തന്നെ 1 സെക്കൻഡിൽ 1 യൂണിറ്റ് വോളിയം ആൻഡ് 1 സെക്കൻഡ് ഇവിടെ നടക്കുന്ന കൊളിഷൻസിന്റെ കൂട്ടിമുട്ടലുകളുടെ എണ്ണം, അത് നമുക്ക് നമ്പർ ഓഫ് കൊളിഷൻസിനെ പറയുന്ന പേരാണ് കൊളിഷൻ ഫ്രീക്വൻസി, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ z. അപ്പോൾ രാസപ്രവർത്തന മിശ്രിതത്തിന്റെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണത്തെയാണ് നമ്മൾ സംഘട്ടന ആവൃത്തി അല്ലെങ്കിൽ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കൊളിഷൻ തിയറി. ഇത് വികസിപ്പിച്ചെടുത്തത് മാക്സ് സ്ട്രോട്സും വില്യം ലൂയിസും ചേർന്നിട്ടാണ് 1916-18 കാലഘട്ടത്തിലാണ്. ഒരു രാസപ്രവർത്തനത്തിൽ
കണങ്ങളിലുള്ള ബന്ധനങ്ങളെ മുറിക്കാനും ഉൽപ്പന്നങ്ങളിൽ പുതിയ ബന്ധനങ്ങൾ ഉണ്ടാകാനും ആവശ്യമായ ഗതികോർജത്തോടു കൂടിയതും ശരിയായ വിന്യാസത്തിലുള്ളതുമായ തന്മാത്രകളുടെ സംഘട്ടനത്തെ സഫല സംഘട്ടനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ എന്താണ് എഫക്റ്റീവ് കൊളിഷൻ എന്നാണ് പഠിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു രാസപ്രവർത്തനത്തിൽ ഇപ്പോൾ റിയാക്ടൻസ് ഉണ്ടല്ലോ, അപ്പൊ റിയാക്ടൻസിനെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയാക്ടൻസിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ H2+I2 gives 2HI എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ നമുക്കറിയാം H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം തമ്മിൽ ബോണ്ട് ഉണ്ട്. I2 എന്ന് പറയുമ്പോൾ 2 അയഡിൻ ആറ്റം തമ്മിൽ ബോണ്ട് ഉണ്ട്. ഈ 2 ബോണ്ടുകളും ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോഡക്റ്റിൽ, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിൽ എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ 2HI Hഉം Iയും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുകയും വേണം. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരക കണങ്ങളിലുള്ള ബന്ധനങ്ങളെ മുറിക്കാനും ഉൽപ്പന്നങ്ങളിൽ പുതിയ ബന്ധനങ്ങൾ ഉണ്ടാക്കാനും ആവശ്യമായ ഗതികോർജത്തോടു കൂടിയതും, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി വേണം. അതുപോലെ തന്നെ ശരിയായ വിന്യാസത്തിലുള്ളതുമായത്. അത് ശരിയായ വിന്യാസം മീൻസ് പ്രോപ്പർ ഓറിയന്റേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം S ഓർബിറ്റൽ ഉണ്ട്, P ഓർബിറ്റൽ ഉണ്ട്, D ഓർബിറ്റൽ ഉണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഓറിയന്റേഷൻ ആണ്. അപ്പൊ ആ ഒരു മോളിക്യൂൾ കിടക്കുന്നതും ശരിയായ ഓറിയന്റേഷനിൽ മാത്രമാണെങ്കിലാണ് അവർ തമ്മിലുണ്ടാവുന്ന സംഘട്ടനത്തെ നമ്മൾ എഫക്റ്റീവ് കൊളിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സഫല സംഘടനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സാധ്യതാ ഘടകം അഥവാ സ്റ്റീറിക് ഘടകം P അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്മാത്രകൾ അനുയോജ്യമായ വിന്യാസത്തിലായിരിക്കണം വസ്തുത കണക്കിലെടുക്കുന്നത്. അതായത് നമുക്ക് ചെയ്യും നമ്മുടെ അറീനിയസ് ഇക്വേഷൻ എങ്ങനെ നമ്മൾ പഠിച്ചത്, K=AE⁻⁻ എന്നാണ് പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ കൊളിഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ എന്തായി, P എന്ന് പറയുന്ന ഒരു സ്റ്റീറിക് ഘടകവും, അതായത് പ്രോപ്പർ ഓറിയന്റേഷൻ ഒക്കെ വരുമ്പോൾ അവിടെ സ്റ്റീറിക് ഹിൻഡ്രൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്റ്റീറിക് ഘടകവും, അതുപോലെ തന്നെ Z എന്ന് പറയുന്ന കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന നമ്പർ ഓഫ് കൊളിഷൻസ് എന്ന് പറയുന്ന 2 ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എവിടെ, കൊളിഷൻ തിയറി വന്നപ്പോൾ. അപ്പൊ നമ്മൾ എന്തായി, നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു K=P × Z. ഈ Z എന്ന് പറയുന്ന കൊളിഷൻ ഫ്രീക്വൻസിയാണ്. ആരൊക്കെ തമ്മിലുള്ള കൊളിഷൻ ഫ്രീക്വൻസിയാ, ആ റിയാക്ടൻസ് AB എന്ന് പറയുന്ന റിയാക്ടൻസ് തമ്മിലുള്ള കൊളിഷൻ ഫ്രീക്വൻസി ×E⁻⁻ എന്നാവും. ഇതാണ് കൊളിഷൻ ഫ്രീക്വൻസി അനുസരിച്ച് നിരക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് K=P × ZAB ×E⁻⁻ ഇവിടെ P എന്താണ്, P എന്ന് പറയുന്നത് സ്റ്റീറിക് ഫാക്ടർ ആണ്. ZAB എന്ന് പറഞ്ഞാൽ എന്താ, കൊളിഷൻ നമ്പർ ഓഫ് A ആൻഡ് B. A യും B എന്ന് പറയുന്ന 2 അഭികാരകങ്ങളുടെ കൊളിഷൻ നമ്പർ E⁻⁻ കണ്ടോ, അതാണ് ഈ ഇക്വേഷൻ. ഇനി അതായത് കൂട്ടിമുട്ടൽ സിദ്ധാന്ത പ്രകാരം, നമ്മുടെ കൊളിഷൻ തിയറി പ്രകാരം ഉത്തേജനോർജം, ശരിയായ ദിശയിലുള്ള തന്മാത്രകളുടെ വിന്യാസം എന്നിവയാണ് സഫല സംഘടനത്തിന് ആധാരം. അപ്പൊ എഫക്റ്റീവ് കൊളിഷൻസിന്, സഫല സംഘടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് കൊളിഷൻസിന് ആധാരമായിട്ടുള്ള കാര്യം ഏതാ, ആക്ടിവേഷൻ എനർജിയും അതുപോലെ തന്നെ പ്രോപ്പർ ഓറിയന്റേഷനും. അത് തന്നെയാണ് രാസപ്രവർത്തന നിരക്കിന്റെ അടിസ്ഥാനം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് രാസപ്രവർത്തന നിരക്കിന്റെ, അതായത് കെമിക്കൽ കൈനറ്റിക്സിന്റെ, കെമിക്കൽ റേറ്റ് ഓഫ് റിയാക്ഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഈ 2 കാര്യങ്ങൾ. അതായത് ആക്ടിവേഷൻ എനർജി, ഉത്തേജനോർജവും അതുപോലെ തന്നെ ശരിയായ ദിശയിലുള്ള തന്മാത്രകളുടെ വിന്യാസം. ആ ശരിയായ ദിശയിലുള്ള തന്മാത്രകളുടെ വിന്യാസം എന്ന് പറയുന്ന ആ ഒരിടത്താണ് നമുക്ക് സ്റ്റീറിക് ഫാക്ടർ വരുന്നത്. പിന്നെ കൊളിഷൻ നമ്പർ വരും. കൂട്ടിമുട്ടൽ സിദ്ധാന്തത്തില് കൊളിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ Z എന്ന് പറയുന്ന ഒരു ടൈം. അങ്ങനെ P × Z ×E⁻⁻ എന്ന് പറയും നിരക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു തിയറി, ദാറ്റ് ഇസ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. സംഭവം പക്ക നമ്മുടെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ 1935 ട്രാൻസിഷൻ സ്റ്റേറ്റ് സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം നിലവിൽ വരുന്നത്. ഹെൻറി ഐറിങ്, മെഡ്രിത്ത് ഗിൻ, ഇവാൻ മൈക്കിൾ പോളലിയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞർ, ഈ 3 ശാസ്ത്രജ്ഞന്മാരാണ് ഇത് കണ്ടുപിടിച്ചത്. ഇപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റ് സിദ്ധാന്തം എന്ന് പറയുന്ന തിയറി 1935 ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഹെൻറി ഐറിങ് എന്ന്
പറയുന്ന സയന്റിസ്റ്റ്, അതുപോലെ തന്നെ മെറിഡിത്ത് ഗ്വിൻ ഇവാൻ, മൈക്കിൾ പോള്ളൈ എന്നീ ശാസ്ത്രജ്ഞരാണ് കണ്ടുപിടിച്ചത്. ഇവരെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, അതായത് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടിയാണ് റിയാക്ടന്റിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ അഭികാരകങ്ങൾ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടിയാണ്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിനെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കൊളിഷൻ തിയറിയിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അഭികാരകങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് അഭികാര തന്മാത്രകൾ ചേർന്ന് ഒരു സംയുക്തം രൂപം കൊള്ളുന്നു. ഇതിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, സോറി നമ്മൾ കൊളിഷൻ തിയറിയിൽ കൊളിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിലാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞത്. അത് ഞാൻ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ആക്ടിവേഷൻ എനർജി, അതെവിടെയാണ് നമ്മൾ ആദ്യത്തെ ഗ്രാഫ് പഠിപ്പിച്ചപ്പോഴായിരുന്നു ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിലാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു സംയുക്തത്തിന്റെ കാര്യം പറയുന്നത്. അതായത് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് അഭികാര തന്മാത്രകൾ ചേർന്ന് ഒരു സംയുക്തം രൂപകൊള്ളുന്നു. അതായത് നമുക്കിപ്പോ നമ്മുടെ എക്സാമ്പിൾ HHും IIയും ചേർന്നിട്ടാണ് നമ്മുടെ H2+I2 gives 2HI എന്ന് പറയുന്ന ഇക്വേഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എന്താണ്ട് ഈ Hഉം ഈ Hഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതേപോലെ തന്നെ ഈ ഐയും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഈ Hഉം Iയും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുകയും ഈ Iയും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുകയും. ഇപ്പൊ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു അസന്തുലിത, ഇത് മീൻസ് ഇതൊരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുക, ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, അഭികാര തന്മാത്രകൾ ചേർന്ന ഒരു സംയുക്തമായിട്ട് നിൽക്കുവാണ്. ഈ സംയുക്തത്തിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന് ശേഷമാണ് നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് HI എന്ന് പറയുന്ന 2 മോളിക്യൂൾ HI ഇവിടെ ഫോം ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഉയർന്ന ഊർജ്ജ നിലയിലുള്ളതും അതിനാൽ തന്നെ അസ്ഥിരവുമായിരിക്കും. നമ്മൾ ആ ഗ്രാഫ് വരച്ചപ്പോൾ തന്നെ നമ്മളത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈ ഹയസ്റ്റ് പോയിന്റിലാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇത് അസ്ഥിരമായിരിക്കും. അതായത് സ്ഥിരത വളരെ കുറവായിരിക്കും, അസ്ഥിരമായിരിക്കും. അതുപോലെ തന്നെ ഊർജ്ജനില കൂടുതൽ ഉയർന്ന ഊർജ്ജ നിലയിലുമായിരിക്കും ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് കാണപ്പെടുന്നത്. ഇനി ഈ സംയുക്തം വിഘടിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ആഫ്റ്റർ ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അസ്ഥിരമായതിനാൽ ഇതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല. അതാ ഈ ഒരു സംഗതി, അതായത് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിനെ നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഉൽപ്പന്നം ഉണ്ടാവുന്നതിന് മുൻപാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ തന്നെ ഉൽപ്പന്നം ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് ഉൽപ്പന്നം ഉണ്ടാവുന്നതിന് മുമ്പാണ് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അതായത് A+B gives X എന്ന് പറയുന്ന നമ്മുടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി. അതിനുശേഷമാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ Aയും Bയും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ അഭികാരകങ്ങൾ ഒരു ഹയസ്റ്റ് എനർജിയിൽ കൂടെ കടന്നു പോയിട്ട് P ആയിട്ട് മാറുന്നു. അപ്പൊ A+B ആദ്യം X ആയിട്ട് മാറുന്നു. X എന്ന് പറയുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ചില അനുമാനങ്ങളിൽ ഊന്നിയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി നിൽക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി നിലനിൽക്കുന്നതിൻ്റെ കുറച്ച് അനുമാനങ്ങളാണ്. ഒരു രാസപ്രവർത്തനം നടക്കാൻ കാരണം തന്മാത്രകളുടെ കൂട്ടിമുട്ടലാണ്. അവിടെയാണ് നമുക്ക് കൊളിഷൻ തിയറിയുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടെയാണ്. അടുത്തതാണ് അഭികാരകങ്ങൾക്കും ട്രാൻസിഷൻ സ്റ്റേറ്റ് കോംപ്ലക്സിനും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചു. കെമിക്കൽ ഇക്വിലിബ്രിയം പഠിച്ചതിന് ശേഷം നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചത്. ശരിക്കും ഈ സിലബസ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. മൊഡ്യൂൾ 7 ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഓൾറെഡി റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന രണ്ടാമത്തെ പാർട്ട് 2 ആണ് ഇത്. അവിടെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നേ എന്താ പഠിച്ചത്, നമ്മൾ നമ്മുടെ കൊളിഷൻ തിയറി പഠിച്ചു. കൊളിഷൻ തിയറിക്ക് തൊട്ട് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്, ആക്ടിവേഷൻ എനർജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറീനിയസ് ഇക്വേഷൻ അല്ലെ, അറീനിയസ് കോൺസെപ്റ്റ് പഠിച്ചു. അപ്പം ഇത് നമ്മളുടെ NCERT മലയാളം മീഡിയം ക്ലാസ് 12 കെമിസ്ട്രിയിലെ സംഗ്രഹമാണ്. ചാപ്റ്റർ 3 കെമിക്കൽ കൈനറ്റിക്സിന്റെ സംഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്.
താപനിലയ്ക്ക് നിരക്ക് സ്ഥിരാങ്കത്തിലുള്ള സ്വാധീനം അറീനിയസ് സമവാക്യം ഉപയോഗിച്ച് വിവരിക്കുന്നു. അപ്പൊ താപനിലയ്ക്ക്, അതായത് ടെമ്പറേച്ചറിന് നിരക്ക് സ്ഥിരാങ്കം, അതായത് കെയുമായിട്ടുള്ള ഒരു റിലേഷൻ, അതാണ് അറീനിയസ് സമവാക്യം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇ എന്ന് പറയുന്നത് ഉത്തേജനോർജ്ജത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഉത്തേജിത കോംപ്ലക്സിന്റെയും അഭികാരക തന്മാത്രകളുടെയും ഊർജ്ജ വ്യത്യാസത്തിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഉത്തേജിത കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അതിൽ നമുക്ക് ഈ പറയുന്ന ഏരിയ, ഇതാണ് നമ്മുടെ ഇ എന്ന് പറയുന്ന ആക്ടിവേഷൻ എനർജി അല്ലെങ്കിൽ ഉത്തേജനോർജ്ജം എന്ന് പറയുന്നത്. ഈ ഉത്തേജിത കോംപ്ലക്സിന്റെയും, ഇതാണ് ഉത്തേജിത കോംപ്ലക്സ്, അഭികാരക തന്മാത്രങ്ങളുടെയും, ഇതാണ് നമ്മുടെ അഭികാരക തന്മാത്രകൾ എന്ന് പറയുമ്പോൾ റിയാക്ടന്റിന്റെയും ഊർജ്ജ വ്യത്യാസത്തിൽ നിന്നാണ് നമ്മുടെ ഉത്തേജനോർജ്ജം ലഭിക്കുന്നത്. ഇവിടെ എ എന്ന് അറിയപ്പെടുന്നത് അറീനിയസ് ഘടകം അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഘടകം സംഘട്ടന ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ പ്രീ എക്സ്പോണൻഷ്യൽ ഘടകം എ എന്ന് പറയുന്നത് സംഘട്ടന ആവൃത്തി, അതായത് കൊളിഷൻ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് എനെ നമ്മൾ പിന്നെ എന്താക്കി എഴുതിയത്, പി ഇൻറ്റു ഇസഡ് എ ബി എന്ന് മാറ്റി എഴുതിയത്. എനെയാണ് നമ്മൾ പി ഇൻറ്റു ഇസഡ് എ ബി എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയത്. അപ്പൊ ഈ അറീനിയസ് സമവാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ താപനിലയിലുള്ള വർധനയോ അല്ലെങ്കിൽ ഇ കുറയുന്നതോ രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ എപ്പോഴൊക്കെയാണ് രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? ഒന്നത് താപനില കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ രാസപ്രവർത്തന നിരക്ക് വർദ്ധിക്കുന്നു. അപ്പൊ ആക്ടിവേഷൻ എനർജി കുറയുന്ന ഒരു ഗ്രാഫ് ഞാനിവിടെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. പക്ഷെ ഈ കിട്ടുന്ന ഇത്രയും വലിയൊരു ലെങ്തിനെ ഞാൻ അങ്ങോട്ട് കുറയ്ക്കാൻ പോവാണ്, അതായത് ഇങ്ങനെ വരയ്ക്കാൻ പോവാം. അപ്പൊ അവിടെ നോക്കി ലെങ്ത് ചെറുതായി, അപ്പൊ ആക്ടിവേഷൻ എനർജി കുറയുക, ഈ ഇവിടെ കുറഞ്ഞു അല്ലെ. കുറയുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോഴും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. രാസപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇനി അഭികാരകങ്ങൾക്ക് മറ്റൊരു പ്രവർത്തനപാത നൽകിക്കൊണ്ട് ഉൽപ്രേരകം, ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വരുന്നു. ഉൽപ്രേരകത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. ഉത്തേജനോർജ്ജം കുറയ്ക്കുന്നു. അപ്പൊ വാട്ട് ഇസ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് എന്താ റോൾ ഓഫ് കാറ്റലിസ്റ്റ്? എന്താ ഈ ഉത്തേജനോർജ്ജം ഇല്ലേ, ഇനെ അങ്ങോട്ട് കുറയ്ക്കും. കാറ്റലിസ്റ്റ് നമ്മുടെ ഇയെ കുറച്ചിട്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യും. കൂട്ടിമുട്ടുന്ന തന്മാത്രകളുടെ ദിശീയ വിന്യാസവുമായി ബന്ധപ്പെട്ട് സ്റ്റീറിക് ഘടകം വളരെ പ്രധാനം. സ്റ്റീറിക് ഘടകം നമ്മൾ ക്യാപിറ്റൽ പി കൊണ്ടായിരുന്നു പഠിച്ചത്. പി വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് സഫല സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ അറീനിയസ് സമവാക്യത്തെ കെ = പി ഇൻറ്റു ഇസഡ് എ ബി -EA/RT എന്ന രൂപത്തിലേക്ക് പരിഷ്കരിക്കുന്നു. ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ 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 വിലപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.